ഹായ് എല്ലാവർക്കും നമസ്കാരം. ഷെഫ് ടോപ്പിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ്. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ചെയ്യുന്നുണ്ട്. മയോണൈസിൻ്റെ വീഡിയോ നമ്മൾ ഇതിനോട് ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഒരു സാൻഡ്വിച്ച് ബ്രെഡിലല്ല, വളരെ ചെറിയ പീസ് ബ്രെഡിൽ ഹോം മെയ്ഡ് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ച് മസാല വെച്ച് നല്ല ഫില്ലാക്കിയിട്ട് നല്ലൊരു ഇതോടുകൂടി നമ്മൾ ഒരുപാട് പ്ലേറ്റ് ഗാർണിഷും ചെയ്തിട്ടില്ല. അപ്പോൾ നല്ലൊരു ഐറ്റമാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഒരു മയോണൈസ് മാത്രം മതി നമുക്ക് ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ. പിന്നെ ചിക്കൻ നമ്മൾ മസാല ഒന്നും ചേർക്കുന്നില്ല. എന്ത് മസാല ചേർത്താലും അതൊരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടില്ല. ആ മയോണൈസിൻ്റെയും വെജിറ്റബിളിൻ്റെയും ബ്രെഡിൻ്റെയും ബട്ടറിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു ടേസ്റ്റാണ് ശരിക്കും സാൻഡ്വിച്ചിന്. അപ്പോൾ അതിന് എന്ത് മസാല അഡീഷണൽ ആയിട്ട് വന്നാലും അതിന് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഒരു ഹോം മെയ്ഡ് സാൻഡ്വിച്ചും അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാം. ഇതിൻ്റെ ഉള്ള എല്ലാ കമൻറ്റുകളും ഇത് നമ്മൾ ഇനി അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ട വീഡിയോ ആണെങ്കിൽ അതിൻ്റെ എന്തുണ്ടെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. അതനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് വീഡിയോ അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. ഇത് നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലേക്ക് ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും മാത്രമാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. നമ്മളൊരു 2 പീസ് ചിക്കൻ്റെ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഒട്ടും എല്ലില്ലാത്ത ബോൺലെസ് പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നല്ലോണം തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇത് കുറച്ചുകൂടി കുഴിയുള്ള പാത്രത്തിലാകുമ്പോൾ നല്ല ഭംഗിയായിട്ട് അടച്ചു വെച്ചാൽ ഒരു 10 മിനിറ്റുള്ള സംഭവം നല്ല നാര് പോലെ നമുക്ക് വെന്ത് കിട്ടും. ഇത്രയും നല്ലോണം കുക്കായിട്ടുള്ള സംഭവമാണ് നമുക്ക് സാൻഡ്വിച്ചിന് ആവശ്യം. നമ്മൾ അടുത്തായി ബ്രെഡ് ജസ്റ്റ് ഒന്ന് ബട്ടറിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇത് നമ്മൾ ബട്ടർ തേച്ചിട്ട് ബ്രെഡ് ഗ്രില്ലിൽ വെച്ചാലും നല്ലതായിട്ട് തന്നെ കിട്ടും. നല്ല ചൂടായിട്ടുള്ള പാനിലേക്ക് നമ്മൾ ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുത്തു. അത് നല്ലോണം ഉരുകി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 4 പീസ് ബ്രെഡ്, ഇത് സാൻഡ്വിച്ച് ബ്രെഡല്ല, ഒരു ചെറിയ ബ്രെഡാണ് നമ്മളിത് എടുത്തിരിക്കുന്നത്. നല്ല ഫില്ലായിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രെഡ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേറെ ഗ്രില്ലർ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിൽ വെച്ചിട്ട് 2 സൈഡ് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്തു. ഇനി നമ്മളിതിൻ്റെ മസാല തയ്യാറാക്കാൻ പോവാണ്. അതിനായിട്ട് ജൂലിയനായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾ ഇത് ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം. നമ്മളിതിന് വേണ്ടിയിട്ട് അല്പം ക്യാബേജ്, ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള ഇത്രയാണ് വെജിറ്റബിൾ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫൈനായിട്ട് ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ബോൺലെസ് പീസ് അത് നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇതേപോലെ നാരുകളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മയോണൈസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. മയോണൈസ് നമുക്ക് അതിൻ്റെ ഇതനുസരിച്ച് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. നമ്മൾ ഇതിൻ്റെ അളവ് കിട്ടിയതിന് ശേഷം മാത്രമേ മയോണൈസ് ഇട്ട് കൊടുക്കാവുള്ളൂ. ഇതിന് ഉപ്പിൻ്റെ ആവശ്യമില്ല. മയോണൈസിന് ഓൾറെഡി നല്ല ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട തന്നെ ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ വളരെ ലൈറ്റായിട്ട് അവസാനം നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തു. അപ്പോൾ മയോണൈസും വെജിറ്റബിളും ചിക്കനും എല്ലാം നല്ല രീതിയിൽ മിക്സായി. അതിലേക്ക് അല്പം വൈറ്റ് പെപ്പർ ഇട്ട് കൊടുത്തു. നമ്മൾ ആകെ ചേർക്കുന്നൊരു മസാല വൈറ്റ് പെപ്പർ മാത്രമാണ്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്തു. നമ്മൾ നല്ലോണം ബ്രൗൺ കളറായി ടോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ മുകളിൽ നമ്മുടെ മസാല ഫില്ല് ചെയ്യാണ്. അത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫില്ല് ചെയ്ത് വെച്ചു. ഇപ്പോൾ ഈ തവണ നമുക്കൊന്ന് ബട്ടർ തേച്ചിട്ട് വയ്ക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. ഇപ്പോൾ നമ്മൾ ബട്ടറിൽ ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുത്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവർ ഇതിന് കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിൽ ഒട്ടും മസാലയുടെ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, മയോണൈസ് മാത്രം മതി. ഇത് നമ്മൾ നല്ല പ്രസ് ചെയ്ത് 2 സൈഡ് ഞെക്കി വയ്ക്കുകയാണ്. മസാലകളെല്ലാം ഉള്ളിലേക്ക് നമ്മൾ കയറ്റി വെച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്യുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്യുകയാണ്. സാൻഡ്വിച്ച് കട്ട് ചെയ്യും പോലെ നല്ല ഭംഗിയായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാണ്. നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പൊട്ടറ്റോ നമ്മളെടുത്തു. അതിൻ്റെ 4 സൈഡും നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. അതിട്ട് നമ്മൾ ഒരേ വലുപ്പത്തിലുള്ള പീസുകളാക്കാൻ വേണ്ടിയിട്ട് അതിനെ കട്ട് ചെയ്യാണ്. ഒരുപാട് നൈസായിട്ട് കട്ട് ചെയ്യരുത്, അല്പം കട്ടിയായിട്ട് തന്നെ കട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എണ്ണ കുടിച്ച് വളരെ തിന്നായി പോകും. ഇപ്പം നമ്മൾ ഏകദേശം ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് കഷ്ണങ്ങളാക്കി നമ്മൾ മാറ്റി അല്പം ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തിളച്ച വെള്ളത്തിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ. ആ ഒരു പരുവത്തിൽ ഇതിൽ നല്ലോണം തിളച്ച വെള്ളത്തിൽ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് ഒരു മാക്സിമം 5-6 മിനിറ്റ് വെന്താൽ മതിയാവും. ആദ്യം നമ്മളതിനെ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മളൊരു 10 മിനിറ്റ് വച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ അതിന് അരിപ്പയിലേക്ക് വീണ്ടും സ്ട്രെയിൻ ചെയ്യുകയാണ്. അതിന് നമ്മൾ നല്ല ഉണങ്ങിയ തുണി വെച്ച് അതിൻ്റെ വെള്ളം മുഴുവൻ ഉപ്പിക്കളയാണ്.
തണുത്ത വെള്ളത്തിലിട്ട് തണുപ്പിച്ച് പിന്നെ സ്ട്രെയിനറിലിട്ട് മാറ്റി അതിനുശേഷം ഒട്ടും വെള്ളമില്ലാതെ ഒപ്പിയെടുത്ത് വീണ്ടും നമ്മൾ നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. നമ്മൾ വടയൊക്കെ ഫ്രൈ ചെയ്യും പോലെ ഒരേ ബ്രൗൺ കളറായിട്ട് കിട്ടാനും ഉള്ളിൽ ശരിക്കും വേവാനും വേണ്ടി 2 തവണയായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റും. ഒരു മീഡിയം ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മളിതിനെ കോരി മാറ്റിയിട്ട് വീണ്ടും ഇതിന് ഡീപ്പ് ഫ്രൈ ആണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഓയിൽ ഇറങ്ങി നല്ല രീതിയിൽ കുക്കാവുകയും ചെയ്യും, നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഒരേ കളറിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ മീഡിയം ഫ്രൈ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെടുത്ത് മാറ്റി അത് വീണ്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ല ബ്രൗൺ കളറാവുന്ന വരെ ഇതിൽ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈസ് നല്ല ബ്രൗൺ കളറിൽ നല്ല കറുമുറാന്ന് കിട്ടുന്ന ആ ഫ്ലേവറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി ടൈറ്റായിട്ട് നിങ്ങൾ കുറച്ചും കൂടി വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെങ്കിൽ കുറേയും കൂടി ഒരു ഇതായിട്ടിരിക്കും. ഇത് നല്ലൊരു ഭംഗിക്ക് വേണ്ടി നമ്മൾ ഇത്രയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗാർണിഷായിട്ടാണ് സാൻഡ്വിച്ചിൻ്റെ കൂടെ വയ്ക്കുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് അല്പം വൈറ്റ് പെപ്പറും അല്പം കൂടി ഉപ്പിട്ട് കൊടുത്തു. നമ്മൾ കുറച്ച് ഉപ്പിട്ടാണ് നമ്മൾ ഈ സാധനം വേവിച്ചത്. ഇനി അല്പം ഉപ്പ് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചും ഫ്രഞ്ച് ഫ്രൈസും റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായ ഒരു മെത്തേഡാണിത്. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്യുക.